എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടാറ്റിലാണ്. പതിയാപ്പറമ്പിൽ ബാബു എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടാണ് ഈ സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഈ പിറകു വശത്ത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ ചേട്ടൻ്റെ തേക്ക് മരം, ആ തേക്ക് മരത്തിൻ്റെ ശാഖ ഒടിഞ്ഞ് ഈ വീടുമേലേക്ക് വീണു. ഈ തേക്ക് മരം ഭീഷണിയായിരുന്നു എന്നുള്ളത് കാണിച്ച് അദ്ദേഹം പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ തേക്ക് മരം ൻ്റെ ശാഖ ഒടിഞ്ഞ് ഇന്നലെ കാറ്റത്ത്, ശക്തമായിട്ടുള്ള കാറ്റത്താണ് ഈ തേക്ക് മരത്തിൻ്റെ ശാഖ ഒടിഞ്ഞ് വീണത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ വെട്ടുകടവിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലോ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലോ ഈ വൃക്ഷങ്ങളുടെ ശാഖകളോ ചാഞ്ഞു വീഴാറായിട്ടുള്ള മരങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് വെട്ടിക്കളയണം. നമുക്ക് അപ്പോൾ വെട്ടാനായിട്ട് അവർ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. പക്ഷേ ഇത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ദുരിതമാണ്. ഇപ്പോൾ ഇതിപ്പോൾ എന്ത് പറ്റി, KSEBക്കാർക്കൊരു വസ്തു ദുരിതം. ഈ ചേട്ടന്, ഈ ബാബു എന്ന് പറഞ്ഞ ചേട്ടന്, ആ ചേട്ടൻ്റെ വീടിൻ്റെ മുകളിലെ ഓടുകളൊക്കെ പോയി അത് ശരിയാക്കണം. ഈ പിറകിൽ നിൽക്കുന്ന ചേട്ടനാണെങ്കിൽ അതിനേക്കാളും വലിയ തൊല്ലാപ്പ്. ഇതൊക്കെ വലിയ കാശലവും മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ അരികുകളിലും മറ്റും നിൽക്കുന്ന മരങ്ങളും ചാഞ്ഞു നിൽക്കുന്ന ശാഖകളുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റുക. അതല്ലെങ്കിൽ അപകട ഭീഷണി ഉളവാക്കുന്ന രീതിയിൽ നിൽക്കുന്നതും വെട്ടി മാറ്റേണ്ടതാണ്. അതല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ കൂടുതൽ അപകടങ്ങളിലേക്ക് പോയില്ല, ഇപ്പോഴും ഈ മരം ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ മരം മാറ്റി അല്ലെങ്കിൽ വീണ്ടും അപകടാവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് പറയാനുള്ളത്. നിങ്ങളും ശ്രദ്ധിക്കുക.